ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എന്നത്തെ പോലെ തന്നെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ തന്നെയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഫ്രൈഡേ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഇന്ന് വീക്കെൻഡും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ നോർമൽ. പിന്നെ വൈകുന്നേരം നമ്മളൊന്ന് ജസ്റ്റ് പുറത്തേക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എന്താണേലും ഇന്നത്തെ ഒരു കംപ്ലീറ്റ് വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കിച്ചണിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും കാണിക്കുന്നില്ല. ഒരു ചെറിയ കുക്കിങ്ങും ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണേലും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ഫ്ലഫി ആയിട്ടുള്ള പൂരിയും അതുപോലെ തന്നെ ചിക്കൻ കറിയുമാണ്. പിന്നെ ഒരു കപ്പ് ചായയും. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണ്. ഒരു 3 പൂരിയും ഒരു പീസ് ചിക്കനും ഒക്കെ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് എനിക്ക് ഈ പൂരിക്ക് ചിക്കൻ കറി അതുപോലെ തന്നെ മട്ടൻ കറി, ബീഫ് കറി, മുട്ടക്കറി അങ്ങനെ എല്ലാം പൂരിക്ക് ഓൾമോസ്റ്റ് എല്ലാ കറികളും ഇഷ്ടമാണ്. പൂരിയുടെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിക്കാനായിട്ട് എല്ലാ കറികളും ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ലഞ്ചിൻ്റെ ഒരു ചെറിയ കുക്കിംഗ് കിച്ചൺ വിശേഷം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഞ്ചിൻ്റെ കിച്ചൺ വിശേഷങ്ങൾ ലഞ്ച് കുക്കിങ് ചെറിയ രീതിയിൽ ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കിച്ചൺ വിശേഷങ്ങളിലേക്ക് അധികം കടക്കുന്നില്ല. പിന്നെ അതുമല്ല, നമ്മൾ ഈവനിങ് നമ്മുടെ ടീയും സ്നാക്കും ഒരു ചെറിയ ടീ സ്നാക്ക് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഒന്ന് ഓഫീസൊക്കെ വിട്ട് വന്നതിന് ശേഷം നമ്മൾ ഒന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കിസൈസിൽ കസിൻ്റെ വീട്ടിൽ നമ്മൾ ഒന്ന് പുറത്തേക്കും പോകുന്നുണ്ട്. അപ്പോൾ രാത്രി നമ്മുടെ ഡിന്നർ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവിടെയാണ്. പിന്നെ നെക്സ്റ്റ് ഡേയിൽ നമ്മുടെ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യുവാണല്ലോ. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ നമ്മുടെ സാറ്റർഡേയിലെ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേയും വിശേഷങ്ങളൊക്കെ അടുത്ത ദിവസം ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൂരി, ചിക്കൻ കറിയും ചായയും ഒക്കെ കഴിച്ചു. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി ഞാനവിടെ അവസാനിപ്പിച്ചു. ഇനി അടുത്തതായിട്ട് ഞാൻ പറഞ്ഞല്ലോ ലഞ്ചിന് ഒരു ചെറിയ കുക്കിംഗ് ഉണ്ട്. അപ്പോൾ തോരൻ, നമ്മൾ ക്യാബേജ് തോരനുള്ള ഐറ്റംസൊക്കെ അവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയിട്ട് നമ്മൾ ലഞ്ചിന് സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്യുന്നത് കോക്കനട്ട് റൈസാണ്. നമ്മൾ തേങ്ങാച്ചോറെന്നൊക്കെ പറയും. അപ്പം പല സ്ഥലങ്ങളിലും പല പല രീതിയിലാണ് തേങ്ങാച്ചോറ് വെക്കുന്നത്. അപ്പോൾ ഞങ്ങളെന്ന് പറയുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ഈരാറ്റുപേട്ടയിലാണ്. അപ്പം നമ്മുടെ ഒരു ഈരാറ്റുപേട്ട സ്റ്റൈൽ തേങ്ങാച്ചോറെന്ന് പറയുമ്പോഴത്തേനും നമ്മൾ കുറച്ച് തേങ്ങാപ്പാലിൻ്റെ അകത്ത് ഞാൻ ചേർക്കുന്നത് കുറച്ച് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് പെരുംജീരകപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടാണ് ഞാൻ തേങ്ങാച്ചോറ് വെക്കുന്നത്. പിന്നെ ചിലർ നമ്മുടെ നാട്ടിൽ തന്നെ ചിലർ ഗരം മസാല പൊടിയൊക്കെ ഇടാറുണ്ട്. പിന്നെ വളരെ തിക്കായിട്ട് കുറച്ച് തേങ്ങാപ്പാലെടുക്കും. അത് ഏറ്റവും ആദ്യം കൊച്ചുള്ളി വെളിച്ചെണ്ണയും നെയ്യും ചേർത്തിട്ട് കറിവേപ്പിലയും കൊച്ചുള്ളിയും ചേർത്തിട്ട് ഒന്ന് താളിക്കും. അതിനുശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞ ഈ 3 കൂട്ടം പൊടികളുണ്ടല്ലോ, മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പെരുംജീരകപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സാണിത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ റൈസ് വേണ്ടത് അതങ്ങിട്ട് കൊടുക്കും. പിന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വേവും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ തേങ്ങാച്ചോറ് നമ്മൾ കുക്കറിൽ റൈസ് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ക്യാബേജ്, ഒരു സിമ്പിളായിട്ടുള്ള ക്യാബേജ് തോരനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് തേങ്ങാച്ചോറ് വെക്കുമ്പോഴത്തേനും അതിൻ്റെ കൂടെ നിർബന്ധമായിട്ടും 2-3 ഐറ്റംസും കൂടെ റെഡിയാക്കാറുണ്ട്. അതിൽ പെട്ടതാണ് ഒരു പച്ച തേങ്ങ ഒക്കെ അരച്ച് ചേർത്തിട്ടുള്ള ഒരു പരിപ്പ് കറിയും അതുപോലെ തന്നെ ഈ ഒരു ക്യാബേജ് തോരനും ഒക്കെ. അപ്പോൾ ക്യാരറ്റ് തോരനാണ്. അപ്പോൾ നോർമലി എല്ലാവരും വെക്കുന്ന പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്യാബേജ് തോരൻ. പിന്നെ ഒരു പിടി പച്ചത്തേങ്ങ ലാസ്റ്റാണ് ഞാൻ ഇട്ടു. അതിനുശേഷം വീണ്ടും അടച്ച് തട്ടിപ്പൊത്തി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്തതായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓരോന്നോരോന്നായിട്ട് ഞാൻ ലഞ്ചിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ സാധാരണ പരിപ്പ് വെക്കുന്നത് പോലെ തന്നെ പരിപ്പ് വെച്ചു. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ ചേർക്കാനുള്ളത് നന്നായിട്ട്
നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ച പച്ച തേങ്ങാപ്പാലോട് കൂടിയിട്ടുള്ള പച്ച തേങ്ങ അരയ്ക്കും, പിന്നെ താളിച്ച് ഊറ്റും അങ്ങനെ. അപ്പം ഇതൊരു സ്പെഷ്യൽ പരിപ്പ് കറിയാണ്. ഈ ഒരു പരിപ്പ് കറി എന്ന് പറയുന്നത് നമ്മൾക്ക് തേങ്ങാച്ചോറിന് അതുപോലെ തന്നെ നെയ്ച്ചോറിനും കോക്കനട്ട് റൈസിനും ഗീ റൈസിനും മസ്റ്റാണ് ഈ ഒരു പരിപ്പ് കറി എന്ന് പറയുന്നത്. അങ്ങനെ ഫ്രൈഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് എന്നും നമ്മൾ നോർമൽ ചോറും കറിയൊക്കെയാണല്ലോ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു ഫേവറേറ്റ് ആണ് തേങ്ങാച്ചോറെന്ന് പറയുന്നത്. തേങ്ങാച്ചോറും ബീഫുമാണ് ഏറ്റവും അടിപൊളി കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ തേങ്ങാച്ചോറും ചിക്കൻ കറിയുമാണ് വെക്കുന്നത്. നമ്മൾ രാവിലെ പൂരിക്ക് ചിക്കൻ കറി റെഡിയാക്കിയായിരുന്നു. അത് തേങ്ങാച്ചോറിനും കൂടിയിട്ട് വേണ്ടിയിട്ട് എക്സ്ട്രാ റെഡിയാക്കിയതാണ്. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് കറക്റ്റായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഒരു ഗ്ലാസ് റൈസിന് 2 ഗ്ലാസ് തേങ്ങാപ്പാലെന്നുള്ള ഒരു കണക്കിനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ പരിപ്പ് കറിക്ക് വേണ്ടിയിട്ടുള്ള പച്ച തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരിപ്പ് കറി താളിക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസും എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് കൊച്ചുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ 2-3-4 വിസിൽ. ഈ ഒരു പരിപ്പ് കറി എന്ന് പറയുന്നത് നന്നായിട്ട് വെന്ത് ഉടയണം. നല്ല ഒരു ക്രീം പോലെ വെന്ത് ഉടയണം. അതിനുശേഷം അതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ വളരെ ടേസ്റ്റാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഈ ഒരു തേങ്ങാച്ചോറും ക്യാബേജ് തോരനും അതുപോലെ തന്നെ പരിപ്പ് കറിയും ചിക്കൻ, മട്ടൻ, ബീഫ് അങ്ങനെ എന്തെങ്കിലും ഒരു നോൺ വെജ് ഐറ്റവും ഒക്കെ ചേർന്ന് ഒരു പപ്പടം പൊരിച്ചതും ഒക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. എനിക്ക് കൂടുതലും ശരിക്കും പറഞ്ഞാൽ സാധാ നമ്മുടെ നോർമൽ ചോറും കറിയും ആണിഷ്ടം. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ തേങ്ങാച്ചോറ് അതുപോലെ തന്നെ ഗീ റൈസ്, ബിരിയാണി അങ്ങനെയൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ വല്ലപ്പോഴും ഇങ്ങനെയും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതാ നമ്മൾ കുറച്ച് ദിവസം ആയല്ലോ ഇങ്ങനെ എൻ്റെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ കാണുന്നവർക്കറിയാം. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ ഞാൻ നോർമൽ ചോറും കറിയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്യാപ്പ് ആയതുകൊണ്ട് വേറെ എന്തെങ്കിലും സ്പെഷ്യലി പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ നമ്മുടെ പരിപ്പൊക്കെ താളിച്ചൂറ്റൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് കൂടുതൽ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇത് ഭയങ്കര ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു പരിപ്പ് കറിയാണിത്. നെയ്ച്ചോറിനും അതുപോലെ തന്നെ തേങ്ങാച്ചോറിനും നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുള്ള ഒരു ക്രീമി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണിത്. അപ്പോൾ ഞാൻ എൻ്റെ കിച്ചൺ ഡ്യൂട്ടി കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലഞ്ച് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ലഞ്ച് കുക്കിംഗ് കഴിഞ്ഞു. ഞാനപ്പോൾ ഓരോന്നായിട്ട് ടേബിളിലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ തേങ്ങാച്ചോറ്, നമ്മുടെ കോക്കനട്ട് റൈസ് ടേബിളിലേക്ക് വെച്ചു. പിന്നെ നമ്മുടെ ക്യാബേജ് തോരൻ, പിന്നെന്താ ചിക്കൻ കറി, പരിപ്പ് കറി, ദാൽ കറി. അപ്പോൾ ചിക്കൻ കറി എന്ന് പറയുന്നത് നമ്മൾ പൂരിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ ചിക്കൻ കറിയുടെയൊക്കെ റെസിപ്പി ഞാൻ പല പ്രാവശ്യം ഇട്ടിട്ടുള്ളത് കൊണ്ട് അത് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ ചിക്കൻ കറി എന്ന് പറയുന്നത് കുറച്ച് സവോളയൊക്കെ കൂടുതലായിട്ട് ഒരു സെമി ഗ്രേവിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് പരിപ്പ് കറിയും ബാക്കിയുള്ള സൈഡ് ഡിഷുകളൊക്കെ കാര്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ ചിക്കൻ കറി ഒരുപാട് നമുക്ക് വേണ്ട, വളരെ കുറച്ച് മതി. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ പപ്പടം പൊരിക്കണം. പപ്പടം പൊരിച്ചു. അങ്ങനെ എല്ലാം ടേബിളിലേക്ക് എടുക്കുകയാണ്. പിന്നെ എനിക്ക് ഈ ഒരു ഗീ റൈസിനും അതുപോലെ തന്നെ കോക്കനട്ട് റൈസിനൊക്കെ ഈ കേർഡ് ഇട്ടിട്ടുള്ള റൈത്താനേക്കാളും കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത് വിനെഗറും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയും സാൾട്ടും ഒക്കെ ഇട്ടിട്ട് സവോള ഇങ്ങനെ അരിയുന്നതാണ്. അപ്പോൾ അതാണ് നമ്മൾ റെഡിയാക്കി എടുത്തത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ തേങ്ങാച്ചോറും സെറ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രൈഡേ സ്പെഷ്യൽ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേനും ലഞ്ചിന് വരും. അപ്പോൾ ഇക്കായും കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സൂപ്പർ ലഞ്ച് റെഡിയാക്കിയത്. അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് ഈവനിങ് സ്നാക്കും ടീയും ഒക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് പുറത്ത് പോകാനായിട്ട് ഒരു പ്ലാനുണ്ട്. നമ്മൾ പൊതുവെ പുറത്ത് പോകുന്നത് ഫ്രൈഡേയ്സിലോ അല്ലെങ്കിൽ സാറ്റർഡേയ്സിലോ ആയിരിക്കും. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു ചെറിയ പരിപാടിയുണ്ട്. പുറത്ത് പോകുന്ന വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എനിക്ക് വളരെ കുറച്ച് തേങ്ങാച്ചോറ്, ഒരു പപ്പടം, കുറച്ച് ചിക്കൻ കറി, കുറച്ച് സവോള അരിഞ്ഞത്, കുറച്ച് ക്യാബേജ് ക്യാരറ്റ് തോരൻ, കുറച്ച് പരിപ്പ് കറി, തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള പരിപ്പ് കറി എല്ലാം കൂടി ചേർത്തിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു
പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സവോള ഇതിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ക്രഞ്ചി ആയിട്ട് സവോള ഇടയ്ക്കിടയ്ക്ക് കടിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് ആ തൈര് ഒഴിച്ചിട്ടുള്ള ആ ഒരു സവോള ഉണ്ടല്ലോ, അതിനേക്കാളും ഇഷ്ടമെന്ന് പറയുന്നത് ഇങ്ങനെ റോ ആയിട്ട് ഇങ്ങനെ കഴിക്കാനാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലഞ്ചായിരുന്നു. അപ്പോൾ കുറേ ദിവസം കൂടി കഴിച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു മധുരം കഴിക്കാൻ തോന്നി. അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ഇത് ഡേറ്റ്സ് വിത്ത് വാൾനട്ടാണ്, നമ്മുടെ നോർമൽ ഡേറ്റ്സ്, അതിൻ്റെ ഉള്ളിൽ വാൾനട്ട് ഫില്ല് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബക്ലാവ ഉണ്ടല്ലോ, ആ ഒരു കാറ്റഗറിയിൽ പെട്ട ഒരു സ്നാക്കാണ്. അതിൻ്റെ ഉള്ളിലും പിസ്തായും നട്ട്സും ആൽമണ്ടും ഒക്കെ വെച്ചിട്ടുള്ള ഒരു മിക്സഡ് നട്ട്സ് ഫില്ലിങ് വെച്ചിട്ട് പുറമേ എന്നാൽ ക്രഞ്ചി ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചർ. അങ്ങനെ അത് 1-2 കഴിച്ചു. അതിനുശേഷം ഈവനിങ് ആയപ്പോഴത്തേനും നമ്മളിതാ സ്നാക്സ് 2-3 കൂട്ടം ചെറുകടി സ്നാക്സുകൾ എടുക്കുകയാണ് വൈകുന്നേരം കഴിക്കാനായിട്ട്. പിന്നെ ഇതാ നമ്മൾ പിന്നെ കുറച്ച് ഒരു വാട്ടർ മെലൺ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതാ കുടിച്ചു, വാട്ടർ മെലൺ ജ്യൂസ്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ ചായ വെച്ചു. ചായയുടെ കൂടെ ഇന്ന് കടിയായിട്ട് കട്ട്ലേറ്റാണ്, ഇത് പുറത്തുനിന്ന് വാങ്ങിച്ച കട്ട്ലേറ്റാണ്. അപ്പോൾ ചായയും ടൊമാറ്റോ സോസും കൂട്ടിയിട്ട് 2 ചിക്കൻ കട്ട്ലേറ്റാണ് ഇന്ന് വൈകുന്നേരത്തെ സ്നാക്കിന് ചായയുടെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയോ കുറിച്ചു, നേരത്തെ കാണിച്ച സ്നാക്സൊക്കെ ചായയുടെ കൂടെ കഴിച്ചു. അതുകൂടാതെ മെയിനായിട്ട് ഇന്ന് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ചിക്കൻ കട്ട്ലേറ്റാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു ചിക്കൻ കട്ട്ലേറ്റ് ആയിരുന്നു. ടേസ്റ്റ് എന്ന് പറഞ്ഞാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റൊന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടത്തില്ല. വീട്ടിലുണ്ടാക്കുന്ന ചിക്കൻ കട്ട്ലേറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അത് റെഡിയാക്കി കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ പുറത്ത് മക്കളൊക്കെ ആയിട്ട് റെഡിയായി ഇറങ്ങിയ അങ്ങനെയുള്ള വിശേഷങ്ങളൊന്നും കാണിക്കുന്നില്ല. നമ്മൾ കസിൻ്റെ വീട്ടിൽ, നമ്മുടെ മൂത്തുമ്മയൊക്കെയുള്ള നമ്മുടെ കസിൻ്റെ വീട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ മൂത്തുമ്മ വളരെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ഡിന്നർ സ്പെഷ്യൽ ഐറ്റംസ് കുക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് റോസ്റ്റ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, പിന്നെ തേങ്ങാപ്പാൽ താളിച്ചത്, പിന്നെ നൈസ് പത്തിരി, പിന്നെ മാംഗോ ജ്യൂസ് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ ഡിന്നറാണ് റെഡിയാക്കി വെച്ചിരുന്നത്. അപ്പോൾ എൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡേ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.